മറ്റാരുണ്ട് LDF അല്ലാതെ? മാധു, ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ കൊട്ടിക്കലാശം പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലാണ് നടക്കുന്നത്. ഞാനിപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ UDF-ന്റെയും LDF-ന്റെയും NDA-യുടെയും പ്രവർത്തകരും ഒക്കെ എത്തിയിട്ടുണ്ട്. 3 ഇടങ്ങളിലായിട്ടാണ് ഈ കലാശക്കൊട്ടിന് 3 മുന്നണികൾക്ക് ഇടം നൽകിയിരിക്കുന്നത്. അതിനിടെ ഇപ്പോൾ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം സത്യാഗ്രഹ സമരത്തിലാണ് എന്നുള്ളതാണ്. UDF-നായി ഈ കലാശക്കൊട്ട് അതിന് അനുവദിച്ചിരിക്കുന്ന ഇടത്ത് തന്നെയാണ് ഇപ്പോൾ അബിൻ വർക്കി സത്യാഗ്രഹ സമരവുമായി ഇരിക്കുന്നത്. 2018-ലെ മഹാപ്രളയം അത് മനുഷ്യനിർമ്മിതമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി ഇപ്പോൾ ഈ കലാശക്കൊട്ട് നടക്കുന്ന ഇടത്ത് കോൺഗ്രസ് UDF പ്രവർത്തകരോടൊപ്പം ഇപ്പോൾ സത്യാഗ്രഹ സമരം അനുഷ്ഠിക്കുന്നത്. ഇവരാരും മുങ്ങി മരിച്ചതല്ല, മുക്കിക്കൊന്നതാണ് ഈ സർക്കാർ. ഈ പ്രളയം ചുമ്മാ വന്നം ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ് സർക്കാർ. ഈ സ്പിൽവേ ഉൾപ്പെടെയുള്ളവ തുറന്നു വിടാതെ, ഈ നാട്ടിൽ യാതൊരു വിധത്തിലുള്ള പ്രിക്കോഷൻ എടുക്കാതെ ഡാമുകൾ തുറന്നു ഈ നാട്ടിലെ ജനങ്ങളെ മുക്കിക്കൊന്ന ആ സർക്കാരിന്റെ അവസാനത്തെ ആണിയടിയാണ് ഇന്ന് നടന്നത്. ആ സർക്കാർ ഇവിടെ നടത്തിയത് ഒരു കൊടും വഞ്ചനയാണ്, കൊലപാതകമാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സർക്കാർ സ്പോൺസേഡ് പ്രളയമായിരുന്നു എന്ന് പറഞ്ഞത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സമരം. അതിൽ ഈ കലാശ പോരാട്ടത്തിൽ അല്ലെങ്കിൽ കലാശക്കൊട്ടിൽ പങ്കെടുക്കുമോ പ്രവർത്തകർ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇപ്പോൾ ഞങ്ങളൊരു പ്രതിഷേധത്തിലായിട്ട് പോവുകയാണ്. തുടർന്ന് MP അടക്കമുള്ള ചാണ്ടി ഉമ്മൻ MLA അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തും. തുടർന്ന് അവരുമായിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കും. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് പറഞ്ഞാൽ 2018-ലെ പ്രളയത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ മുക്കിക്കൊന്ന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ്. നിങ്ങൾ ആലോചിക്കുക, എത്രയധികം ആളുകൾ. അതാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളും ഏറ്റുപിടിക്കുന്നത്. ആറന്മുളയിൽ നിന്ന് അബിൻ വർക്കിയുടെ പ്രതികരണമാണ് കണ്ടത്. ആറന്മുള പത്തനംതിട്ട മേഖലയ്ക്ക് വലിയ തോതിലുള്ള പ്രളയം നേരിട്ട സ്ഥലമാണ്. സ്വാഭാവികമായും അതിന് അങ്ങനെ ഒരു വിഷയം ഇന്നത്തെ ദിവസം ആളിക്കത്തിക്കുകയാണെങ്കിൽ അതിനൊരു രാഷ്ട്രീയ പ്രതിഫലനം ഉണ്ടാകുമെന്ന് അഭിപ്രായത്തിന് വലിയ ആക്കം കൂട്ടിയത് കെ കൃഷ്ണൻകുട്ടിയുടെ ആ ശബ്ദ ന്യായീകരിക്കാൻ കഴിയില്ല. എന്ത് ശബ്ദരേഖ വന്നാലും അല്ലെങ്കിൽ ദൃശ്യങ്ങൾ വന്നാലും ഉടനെ AI എന്ന് പറയുന്ന ഒരു രീതി ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം നിൽക്കുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുക.